മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം. ആ സ്വലാത്തുകളാണ് നാളെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളുമാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമക്കും അവിടുന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ചരിത്രങ്ങൾ പഠിപ്പിക്കാൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ പടച്ച റബ്ബേ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പടച്ച റബ്ബേ ഒരു ആട്ടിടയന്റെ അരികിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹുവേ, ഒരിക്കലൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ആട്ടിടയനെ കാണുന്നത്. പടച്ച റബ്ബേ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കിയിട്ടതാ അയാൾ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ആരാണ് കടന്നു വരുന്നത്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ. അതാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ രാജാധികാരം ലഭിച്ചിരിക്കുകയാണ്. അതാ സുലൈമാൻ നബിക്ക് വലിയ രാജാധികാരം ലഭിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ പടച്ച റബ്ബേ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത വിഷമമായി. ഈ ആട്ടിടയൻ അവിടുന്ന് വലിയ സന്തോഷത്തോടെയാണ് വിളിച്ചു പറയുന്നത്. സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ കുറിച്ചിട്ട് അവിടുന്ന് വിളിച്ചു പറയുകയാണ്. അതാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത വിഷമം കടന്നു വരികയാണ്. പടച്ച റബ്ബേ, മഹാനവറുകൾ എന്ത് ചെയ്തെന്നറിയോ? തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് കടന്നു വരികയാണ്. തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ടവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, അങ്ങനെ പറയല്ലേ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു പോകരുത്. ഈ രാജാധികാരം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ മഹത്വമുള്ള കാര്യമുണ്ട് കേട്ടോ. അതിനേക്കാളും വലിയ മഹത്വമുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ അടുക്ക് ഈ രാജാധികാരത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത്, ഏറ്റവും മഹത്വമുള്ളത് ഒരാളുടെ ഏടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചൊല്ലിയത് കൊണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടിരിക്കുന്ന അമലുകളുണ്ടല്ലോ, അവനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അമലുകളുണ്ടല്ലോ, അവൻ ചൊല്ലിയ ദിക്റുകളുണ്ടല്ലോ, അവൻ ചൊല്ലിയ സ്വലാത്തുകളുണ്ടല്ലോ, അവൻ ചൊല്ലിയ ഓരോ മഹത്വങ്ങളുണ്ടല്ലോ. അതാ ഈ രാജാധികാരം ഏത് നിമിഷം വേണമെങ്കിലും നശിക്കുമല്ലോ, ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും നശിച്ചു പോകുമല്ലോ എന്നവിടുന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നും നശിക്കാത്തത്, നമുക്ക് ഇരുലോകത്തും ഉപകരിക്കുന്നത് അത് ദിക്റുകളാണ്, സ്വലാത്തുകളാണ്. പടച്ച റബ്ബേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് ഒരു മനുഷ്യന് ജീവിച്ചിരുന്നവത്രേ. എന്റെ പ്രിയമുള്ളവരെ, ഒരു അമലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവനും പാപങ്ങളാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് മുഴുവനും പാപങ്ങളാണ്, നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം പാപങ്ങളിലേക്കാണ്. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ അതാ നമുക്ക് കാണുമല്ലോ. പടച്ച റബ്ബേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ്. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ പടച്ച റബ്ബേ, അവിടെ നിന്ന് ഒരു പേപ്പർ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കടലാസിന്റെ കഷ്ണത്തില് പടച്ച റബ്ബേ ഒരു എഴുതപ്പെട്ടതായിട്ടുള്ള രേഖയിലായിക്കൊണ്ട് അദ്ദേഹത്തിന് ഇതാ ഒരു പേപ്പറിൽ പോലെയുള്ളൊരു സംഭവം ലഭിക്കുകയാണ്. അതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരുള്ള സ്വലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ,
ഈ ചെറുപ്പക്കാരന് എന്ത് ചെയ്തെന്നറിയോ? ആ ഒരു കഷ്ണമുണ്ടല്ലോ, തന്റെ കയ്യിൽ കിട്ടിയ ആ കഷ്ണമുണ്ടല്ലോ, അല്ലാ അല്ലാ അതങ്ങ് എടുക്കുകയാ, അതങ്ങ് എടുക്കുകയാ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? പടച്ചറബേ, എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവേ, അവിടെ നിന്നതാ പടച്ചറബേ, അവിടെ നിന്നതാ. എന്നും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ്, എന്നും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയാണ്. ആ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ കാരണമായിട്ട് പടച്ചറബേ, ജീവിതത്തിൽ നന്മകളില്ലാത്ത, ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാത്ത, പടച്ചറബേ ഒരു നന്മയുടെ പക്ഷം പോലും ജീവിതത്തിൽ ചിന്തിക്കാത്ത ഈ ചെറുപ്പക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്, അവിടെ നിന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയാൽ, ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ചാൽ അല്ലാഹ് നമുക്ക് നൽകുന്ന പ്രതിഫലം അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണിത്. അല്ലാഹുവേ, പടച്ചുറപ്പേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചത് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ, അവിടുന്ന് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പടച്ചുറപ്പേ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പിതാവ് തന്റെ ഈ സ്വഹാബിയെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ പയച്ചുണ്ടായവനാണടാ, നിന്റെ ഉമ്മ വ്യഭിചരിക്കാൻ പോയതിലൂടെ നീ ഉണ്ടായവനാണ്, നീ എന്റെ മകനല്ല, അതുകൊണ്ടാണ് നീ മുഹമ്മദിന്റെ മതത്തിൽ പോയിക്കൊണ്ട് വിശ്വസിക്കുന്നത്, നീ മുഹമ്മദിന്റെ മതത്തിൽ പോയിട്ട് വിശ്വസിച്ചത് എന്നവിടുന്ന് ഈ സ്വഹാബിയുടെ പിതാവ് അവിടുന്ന് ദേശത്തോടു കൂടി പറയുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പേ, ഈ സ്വഹാബിയതാ അവിടെ നിന്ന് മാറി മാറി പോവുകയാണ്, മാറി മാറി പോവുകയാണ്. അവസാനം തന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കുകയാണ്, അവിടെ നിന്ന് തെറി പറയുകയാണ്, മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. പടച്ച തമ്പുരാനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കി പറഞ്ഞപ്പോ ഈ സ്വഹാബിക്ക് അവിടെ നിന്ന് വല്ലാത്ത ദേഷ്യം കടന്നു വരികയാ. പടച്ചുറപ്പേ, തന്റെ കയ്യിൽ കിടക്കുന്ന വാളോരിട്ടോ തന്റെ പിതാവിന്റെ തലയങ്ങ് വെട്ടിയെടുക്കുകയാ. ഈ തലയുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഇതാ ഈ സ്വഹാബി ഇങ്ങനെ കടന്നു വരികയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അസ്സലാമു അലൈക്കും യാ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയാ. പടച്ചുറപ്പേ, മുത്തുനബിയെ, നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കത് സഹിച്ചില്ല നബിയേ, അതുകൊണ്ടാണ് എന്റെ പിതാവിന്റെ തല ഞാൻ വെട്ടിയെടുത്തത് എന്നവിടുന്ന് ഈ സഹാബി അങ്ങ് പറയുമ്പോ റസൂലുള്ള പടച്ചുറപ്പേ മുഖം തിരിച്ച് കളയുകയാണ്. റസൂലുള്ള അവിടെ നിന്ന് മുഖം തിരിച്ച് കളയുകയാണ്. റസൂലുള്ള അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പേ രണ്ടാമതും അവിടെ നിന്ന് സലാം പറയുകയാണ്, മൂന്നാമതും അവിടെ നിന്ന് സലാം പറയുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം സലാം പറഞ്ഞപ്പോ റസൂലുള്ള
സലാം അടക്കിയില്ല, റസൂലുള്ള സലാം അടക്കിയില്ല. ഉടനെ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, സലാം മടക്കണേ നബിയേ, സലാമിനെ മടക്കണേ നബിയേ. ഒരിക്കലും തന്നെ മുഖം തിരിച്ച് കളയല്ല നബിയേ, ഒരിക്കലും തന്നെ മുഖം തിരിച്ച് കളയല്ല നബിയേ. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ, അതുകൊണ്ട് മുഖം തിരിക്കല്ല നബിയേ എന്നവിടെ നിന്നതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്നതാ അല്ലാഹുവിന്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ സ്വഹാബത്തിന്റെ സ്നേഹം ഒന്ന് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്നീ സമൂഹത്തിൽ റസൂലുള്ളാഹിനെ അവഗണിക്കുന്ന എത്രയോ ആളുകളുണ്ട്, റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്, റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ നിൽക്കുന്ന, അവിടുത്തെ ആശയങ്ങൾക്കും പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾക്കും പടച്ചറബ്ബേ എതിരെ പറയുന്ന എത്രയോ ആളുകളാ. അതൊക്കെ കേൾക്കുമ്പോ പടച്ചറബ്ബേ സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹൃദയത്തിന്റെ വല്ലാത്ത വേദനയാണ് എൻ്റെ ഉമ്മ. മുത്തുനബിയല്ലേ പറയുന്നതോ? നമുക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുന്നത്? നമുക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുന്നത്? പഠിച്ചു തമ്പുരാനെ, നീ നിങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ പഠിച്ചു റബ്ബേ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അവിടെ നിന്ന് മോശമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോ ഇതാർക്ക് സഹിച്ചില്ല? അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട സ്വഹാബിക്ക് അവിടുന്ന് സഹിച്ചില്ല. ഈ സ്വഹാബി തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ തലയങ്ങ് വെട്ടിയെടുത്തു. എന്താ ചെയ്തേ? സ്വന്തം വാപ്പാന്റെ തലയങ്ങ് വെട്ടിയെടുത്തു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. നീ ഞങ്ങളെ നന്മയിലാക്കണേ റബ്ബേ. നീ ഒരിക്കലും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നത് ദുനിയാവിന്റെ മേഖലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പടച്ച റബ്ബേ ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ നമുക്കുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വരും, വേദനകൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വരും, നിങ്ങളെ പ്രയാസപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ തുടങ്ങിയിട്ടുള്ള വിഷമങ്ങളൊക്കെ തന്നിട്ട് അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിനൊക്കെയുള്ള ഒരു മഹത്വം വഴികളാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ പറയുകയാണെങ്കിലും അതിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണമെന്നത് ഒന്നാമത്തെ കാര്യമാണ്. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെയാണല്ലോ അല്ലെ? ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാനും ഇടപെടാനും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് പഠിപ്പിക്കുകയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ പരിശുദ്ധമായ സൂറത്തിനെ ആരെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ
മൻ ഖറഅ സൂറത അലം നശ്റഹ്, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹുവേ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ, ഉമ്മ ചെറിയൊരു സൂറത്താണല്ലോ, ഈ സൂറത്ത് അവിടെ നിന്ന് പാരായണം ചെയ്താൽ ഫകഅന്നമാ ജാഅനി, ആരെങ്കിലും ഞാൻ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വഅന മുഅ്തമുൻ ഫഫറജഹനി, ആരെങ്കിലും ഞാൻ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ആരാണ് എന്നെ സമാധാനിപ്പിക്കുന്നത്, ആരാണ് എന്റെ വിഷമം, എന്റെ വിഷമത്തെ അവിടെ നിന്ന് മാറ്റുന്നത്, അവനെ പോലെയാണ് എന്റെ വിഷമങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ മുമ്പിലേക്ക് കടന്നു വന്നവനെ പോലെയാണ് ഈ പരിശുദ്ധമായ സൂറത്ത് അവിടെ നിന്ന് പാരായണം ചെയ്താലെന്ന് എന്റെ പ്രിയമുള്ളവരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാം. ആരെങ്കിലും ഒരാൾ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ അവന് 2 റക്അത്ത് നമസ്കരിക്കട്ടെ, 2 റക്അത്ത് നമസ്കരിക്കട്ടെ. എന്നിട്ട് ഈ അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിനെ 103 പ്രാവശ്യം അവനങ്ങ് പാരായണം ചെയ്താൽ, എത്ര പ്രാവശ്യം? 103 തവണയെങ്ങാനും അവനങ്ങ് പാരായണം ചെയ്താൽ എന്റെ പ്രിയമുള്ളവരെ, അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നിട്ട് അവനെ നീയത്താക്കണം. എന്താണോ അവന്റെ ഏറ്റവും വലിയ പ്രശ്നം, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ആ പ്രശ്നം അവന് നീയത്താക്കിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവനിത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം അവിടെ നിന്ന് അവനിക്ക് മാറിക്കിട്ടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്യാം, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ പാരായണം ചെയ്യാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധമായ ഖുർആനിലെ ഈ പുണ്യമായ സൂറത്ത്, അല്ലേ? ഈ പരിശുദ്ധമായ ഖുർആനിലെ ഈ പുണ്യമായ സൂറത്തിനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പാതിരാ സമയത്തിന്റെ തഹജ്ജുദിന്റെ സമയത്ത് നമ്മൾ എണീക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കും. ആ തഹജ്ജുദിന് വേണ്ടിയിട്ട് നമ്മൾ എണീക്കുമ്പോൾ 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചിട്ട് നമ്മൾ അതേ പായിൽ വുദൂഓട് കൂടി ഇരുന്നിട്ട്
വുദൂഓടുകൂടി നമ്മൾ ആ പായയിൽ തന്നെ ഇരുന്നിട്ട് 130 തവണ ഖിബ്ലയിലേക്ക് 103 തവണ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ അലം നശ്റഹ് സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്യാം. ഇത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിയ്യത്താക്കണം, പടച്ചോനെ എനിക്ക് കടണ്ട് വീട്ടിൽ തരണേ അല്ലാ, ലക്ഷങ്ങൾ കടണ്ട് അല്ലാ വീട്ടിൽ തരണേ, അല്ലേ, എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്റെ കല്യാണമുണ്ട്, തുടങ്ങി നമ്മുടെ മുറാദുകൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അവിടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ ചെയ്ത് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ആ ഹലാലായ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എന്താണ് ഈ 103ന്റെ കണക്കെന്താ? 103 അക്ഷരങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ സൂറത്തിനുള്ളത്. എത്ര അക്ഷരം? 103 അക്ഷരങ്ങളാണ് ഈ പരിശുദ്ധമായ സൂറത്തിനുള്ളത്. അതിന്റെ അക്ഷരങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓതുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതാകുന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് നിശബ്ദമായ കുരവിട്ട് പോലെയുള്ള പ്രയാസങ്ങളാണ്, ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ, നിങ്ങളുടെ മുമ്പിലേക്ക് വേദനകൾ കടന്നു വരുമല്ലോ, പ്രയാസങ്ങൾ കടന്നു വരുന്ന സ്വഹാബ, പടച്ചുറപ്പേ അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണേ എന്ന് ഒരിക്കലും സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചപ്പോൾ അതാവിടുന്ന് സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, വമൻ മഖറജ മിൻഹാ യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ റബ്ബേ, ഇതിനൊക്കെയുള്ള പരിഹാരം എന്താ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഖാല കിതാബുല്ലാഹ്, ഖാല കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലുണ്ട്, അത് വിശുദ്ധമായ ഖുർആനാണ്. നിങ്ങൾ എന്ത് വിഷമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും പടച്ച റബ്ബേ അവിടുന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് അതിനുള്ള മരുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ എന്താ പറഞ്ഞത്? നമ്മുടെ എന്ത് വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങൾക്കുള്ള മരുന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അല്ലേ, നമ്മൾ ഇതൊന്നും അറിയില്ല, നമ്മളിതൊന്നും നോക്കൂല. ഖുർആനില് എന്തിനാ മരുന്നില്ലാത്തത്? ഇന്ന് നമ്മൾ പല ആളുകൾക്കും ഇന്ന് പല കാലത്തൊക്കെ സ്വഹാബത്തും എല്ലാ മഹാന്മാരും ചികിത്സ ഖുർആൻ ചികിത്സ ആയിരുന്നു, അല്ലെ, ഖുർആനിക ചികിത്സകളായിരുന്നു. ഇന്ന് നമ്മളൊക്കെ ആ ഒരു പഴയ പോലത്തെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു, ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇങ്ങനെയുള്ള ചികിത്സകൾ നമുക്ക് ഏൽക്കുന്നില്ല, അല്ലെ, ഇന്ന് നമുക്കത് ഏൽക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര നമ്മൾ ഡോക്ടറെ കാണിച്ചാലും എന്ത് തന്നെ നമ്മൾ ചികിത്സ നടത്തുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ആത്മീയപരമായിട്ടുള്ള ചികിത്സ കൂടെ നടത്തണം. മനസ്സിലായോ? വിശ്വാസത്തോടു കൂടി ആത്മീയ ചികിത്സ, ആത്മീയമായ നേട്ടത്തിന് ദിക്റുകള്, സ്വലാത്തുകള്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ മന്ത്രിക്കുക, ഇങ്ങനെ ആത്മീയപരമായിട്ടുള്ള ഒരു ചികിത്സ കൂടെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് നടത്താം. നമുക്ക് സമാധാനം കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു സീരിയസ് ആയി കിടക്കുന്ന ഒരു പേഷ്യന്റ്, ഈ രോഗിയെ കുറിച്ച് ഡോക്ടർ തന്നെ അവസാനം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി പ്രാർത്ഥനയെ നിങ്ങൾക്ക് കഴിയൂ, അല്ലെ, ഇനി ഞങ്ങളെ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളും. പറയാറില്ലേ? അല്ലെ, ഇത് ഡോക്ടർമാര് വരെ നമ്മോട് പറയുന്നതാണ്. നമ്മളോ ഡോക്ടർ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആ നേരമുണ്ട്, അല്ലെ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ കൂടെ തന്നെ ആ ഒരു മരുന്നൊക്കെ നമ്മൾ കുടിക്കുന്നത് കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ആത്മീയപരമായിട്ടുള്ള ചികിത്സ, ആത്മീയപരമായിട്ടുള്ള നേട്ടം കൂടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കൈവരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹത്തുക്കൾ അവിടുന്ന് പറയുകയാണ്,
പരിശുദ്ധമായി സുന്ദരമായ സൂറത്തുണ്ടല്ലോ, ഈ സൂറത്തിന്റെ ധാരാളം മഹത്തുക്കള്, ധാരാളം മഹത്വങ്ങള് എന്റെ പ്രിയമുള്ളവരെ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അതാവിടെന്ന് പറയുന്നത് കാണാം. മിൻഹാ, ആ മഹത്വങ്ങളിൽപ്പെട്ടൊരു കാര്യം പറയട്ടെയോ, അന്നമൻ കതബഹാ ഫീ ഇനാഇൻ മിൻ സുജാജ്. ഈ പരിശുദ്ധമായ സൂറത്തിനെ എങ്ങാനും ഒരാൾ ഒരു ചില്ലിന്റെ പാത്രത്തിൽ അവൻ എഴുതുകയാ, ആരെങ്കിലും എന്നിട്ട് അതിനെ പനനീർ വെള്ളം കൊണ്ടവന് മായിക്കുകയാണ്, എന്നിട്ട് ആ മായിച്ചതിനവനങ്ങ് കുടിക്കുകയാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവന്റെ മാനസികമായ വിഷമങ്ങളുണ്ടല്ലോ, അവന്റെ ടെൻഷൻ ഉണ്ടല്ലോ, അവന്റെ ശാരീരിക പ്രയാസങ്ങളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മാറ്റിക്കൊടുക്കുകയാണ്. മാത്രമല്ല അവന്റെ ഹൃദയം ഇങ്ങനെ കുടുസായ അവസ്ഥയാണെങ്കിൽ, അവന്റെ ഹൃദയം കുടുസായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ നിന്നും അല്ലാഹു തആല അവനിക്ക് മോചനം കൊടുക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ മഹത്തുക്കളെന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പകർത്തിക്കുമ്പ ഒരു ചില്ലിന്റെ പാത്രത്തിൽ ഇത് എഴുതിക്കൊണ്ട്, ഈ സൂറത്തിനെ തെറ്റാതെ എഴുതിക്കൊണ്ട് പനനീർ വെള്ളം കൊണ്ട് മായിച്ചിട്ട് നീ കുടിച്ചാൽ നിന്റെ മാനസിക ശാരീരികമായ വിഷമങ്ങൾ, ടെൻഷനുകള് അവിടെ നിന്ന് ഇല്ലാതെയാവുകയാണ്, ഇല്ലാതെയാവുകയാണ്. ആർക്കാ വിഷമല്ലാത്തത്? ഇന്ന് പല ആളുകളും പറയും, ഉസ്താദെ എനിക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദെ, മാനസിക പ്രയാസ, സാമ്പത്തിക പ്രയാസ, അല്ലെ, ശാരീരികമായി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വിഷമങ്ങൾ പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ഇനി അങ്ങനെയല്ല, ഇനിയോ അതേപോലെ തന്നെ വീണ്ടും മഹത്തുക്കൾ നമ്മോട് ഈ പരിശുദ്ധമായ സൂറത്തിനെ കുറിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്. ഇനിയല്ല, സാധാരണയായി വരുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാത്രമുണ്ടല്ലോ, ആ പാത്രത്തില് ഇതിനെ പരിശുദ്ധമായി സൂറത്തിന് നല്ല വ്യക്തമായി കൊണ്ട് തെറ്റാതെ എഴുതിയിട്ടോ, അതാ സാധാരണ പച്ചവെള്ളം കൊണ്ട് അതിനെ മായിച്ചുകൊണ്ട് കുടിക്കുക. അങ്ങനെ നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിങ്ങളുടെ മനഃപാഠമാക്കാനുള്ള കഴിവുണ്ടല്ലോ, നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നമ്മുടെ പഠനത്തിൽ ശ്രദ്ധ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും, അല്ലെ? ഇന്ന് പല കുട്ടികളുണ്ട്, ഉസ്താദെ, പല അമ്മമാരും പറയും, ഉസ്താദെ എന്റെ മോന് പഠിച്ചിട്ട് പഠിക്കുന്നില്ല, പറയലില്ലേ, അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കളുണ്ട്, ഉസ്താദ് പറയുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെ? അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് തിരിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ബാപ്പമാരുണ്ട്, അല്ലേ? അവർക്കുള്ള ഒരു മരുന്നാണ് സാധാരണ നമ്മുടെ പാത്രത്തിൽ ഇതിനെ എഴുതിയിട്ട് ഇതിനെ സാധാരണ പച്ചവെള്ളം കൊണ്ട് നമ്മൾ മായിച്ചിട്ട്, അല്ലെ? നമുക്കറിയാം, നമുക്ക് പിന്നെ ഈ ബുക്ക് സ്റ്റാളുകളൊക്കെ കിട്ടും, നമുക്ക് അറബ് മഷി, അല്ലെ? ഒരു കറുപ്പ് മഷി ഉണ്ടാകും, അത് അതിന്റെ ഒരു കലമും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ വ്യക്തമായിട്ട് ഖുർആനിൽ നോക്കിയിട്ട് അതുപോലെ നമ്മൾ എഴുതുക, അല്ലെ? ഒറ്റക്ഷരാക്കിയിട്ട് എഴുതുന്നത് നല്ലതാണ്, അല്ലെ? ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ അതിനെ കുടിപ്പിച്ചാൽ, എന്റെ പ്രിയം, നമ്മൾ സാധാരണ പ്ലേറ്റ് എഴുതുമ്പോൾ ഒറ്റക്ഷരാക്കിയിട്ടാണ്, ഓരോ അക്ഷരങ്ങളാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതിയിട്ട് നമ്മളത് കുടിപ്പിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചുറപ്പേ, അവർക്കൊക്കെ ഓർമ്മശക്തി ലഭിക്കാനും, അല്ലാഹ് ക്ലാസ്സുകളിലൊക്കെ ഉസ്താദ് പറയുന്നത്, ടീച്ചേഴ്സ് പറയുന്നത് അവർക്കത് മനസ്സിലാകാനും കാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ഓരോ ഫർദ് നമസ്കാരത്തിന്റെ ശേഷമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ സൂറത്തിന് ആരെങ്കിലും 10 തവണ ഓതി കഴിഞ്ഞാൽ
ഹസല ലഹു തൈസീറു ഫിർരിസ്ഖി, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുന്നതാണ്, ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുന്നതാണ്. അവനിക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. വത്തൗഫീഖ് ഫിൽ ഇബാദ, അതുപോലെ തന്നെ അവനക്ക് ഇബാദത്ത് അവനക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ അവനക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അവനക്ക് മടിയുണ്ടാകുന്നതല്ല, ഒരിക്കലും തന്നെ ഇബാദത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടാകുന്നതല്ല, ഒരിക്കലും തന്നെ ഇബാദത്തിന്റെ കാര്യത്തിൽ അവനക്ക് മടി വരുന്നതല്ല. ഇന്ന് പല ആളുകളും പറയാറുണ്ടല്ലോ, ഉസ്താദേ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ നിൽക്കുമ്പോ അലസത വരികയാണ്, ഞങ്ങൾക്ക് മടി വരികയാണ്, ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുണ്ടല്ലോ, ഞങ്ങളുടെ മക്കൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, അവർ നിസ്കരിക്കുന്നില്ല, അവർ പറയുന്നതനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല. പടച്ചറബേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ പറയുന്നവരുണ്ട്. ഉമ്മമാരെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധമായ അലം നശ്റഹ് സൂറത്തിനെ ഓരോ നമസ്കാര ശേഷമുണ്ടല്ലോ 10 തവണ നമ്മൾ മുടങ്ങാതെ നമ്മൾ ഓതുക. 10 തവണ മുടങ്ങാതെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകും. എന്താ ഭക്ഷണത്തിൽ വിശാലത നൽകുന്ന പറഞ്ഞാൽ, കുറേ ഭക്ഷണം കിട്ടലല്ല, ഭക്ഷണം ഇങ്ങനെ പെരുകിണ്ടാവലല്ല. പണ്ടൊരു ഒരു കുട്ടിനോട് ഇങ്ങനെ ക്ലാസ് എടുക്കും, ഭക്ഷണ വിശാലത എന്ന് പറഞ്ഞ പൊരുത്തം, ഉസ്താദേ ഭക്ഷണ വിശാലത എന്ന് പറഞ്ഞ പാത്രം ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം നിൽക്കലാണോ? ഭക്ഷണം നിൽക്കലല്ല, നമുക്ക് ജോലി ഉണ്ടാകും അല്ലെ, മാത്രല്ല നമ്മൾ പട്ടിണി കിടക്കൂല എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് ഭക്ഷണ വിശാലത എന്ന് പറഞ്ഞാൽ. കുറെ ഭക്ഷണം കിട്ടുന്നില്ല തന്നെയാണ്, പക്ഷെ അതെങ്ങനെയാണ്? നമ്മൾ പട്ടിണി കിടക്കൂല എന്നുള്ളതാണ്. മനസ്സിലായില്ല? അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതേപോലെ തന്നെ ഇബാദത്തിൽ നമുക്ക് അലസത ഉണ്ടാകൂല. ഈ സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്താൽ ഇബാദത്തിൽ നമുക്ക് അലസത മാറിക്കിട്ടും. നമ്മളൊക്കെ പ്രയാസമുണ്ട് അല്ലെ? ഇബാദത്തിൽ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി കൈ കിട്ടുമ്പോൾ ദുനിയാവിന്റെ പല ചിന്തകളാണ് നമ്മളൊക്കെ മനസ്സിൽ വരുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇബാദത്തുൽ അല്ലാഹു തആല ഖുശൂ നൽകട്ടെ. പടച്ചവനോട് ചോദിക്കണം കേട്ടോ, അള്ളാഹിനോട് നല്ലോണം നമ്മൾ ചോദിക്കണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് അതുപോലുള്ള അല്ലെ, നമ്മുടെ ദുനിയാവിന്റെ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരും അല്ലേ? ദുനിയാവിന്റെ നമ്മൾ അവിടെ പോകേണ്ടതും നമ്മൾ ഇന്നത് ചെയ്യേണ്ടതും ഇതൊക്കെ നമുക്ക് നിസ്കരിക്കുമ്പോഴാണ് ഓർമ്മ വരിക. ചിലപ്പോൾ നമ്മൾ തക്ബീറും കെട്ടുമ്പോഴേക്കും പഠിച്ചോനെ നമ്മൾ ഇന്നത് ചെയ്യേണ്ടല്ലോ അല്ലെ, എല്ലാ കാര്യങ്ങളും നമുക്ക് അല്ലാഹ് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മളങ്ങനെ പെട്ടെന്ന് 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 അല്ലെ, എന്നിട്ട് നമ്മളെന്തോ പെട്ടെന്ന് ചാടി നിസ്കാരം കഴിച്ചിട്ട് നമ്മളങ്ങോട്ട് നീച്ചു പോകും അല്ലെ. ഒരു ലാസ്റ്റ് നമ്മളൊരു ആയത്തിനെ കുറിച്ച് പോലും നമ്മൾ ഓതാൻ കഴിയില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇവർക്കുള്ള മരുന്ന് നിസ്കാരത്തിന്റെ ശേഷം ഇതൊരാഴ്ച തുടർന്ന്, ഒരു 3 ദിവസങ്ങൾ തുടർന്ന് നോക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പാകപ്പെടുത്തി തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, പടച്ചോ നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും അവിടെ നിന്ന് പറയുകയാണ്, വീണ്ടും ഈ പരിശുദ്ധമായ സൂറത്തിന്റെ മഹത്വം തന്നെയാണ് പറയുന്നത്. വലിഖളാഇ മാ അഹമ്മൽ അബ്ദു വലിഖളാഇ മാ അഹമ്മൽ അബ്ദു. ഒരു അടിമക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, അവനെ അല്ലെങ്കിൽ വേട്ടയാടുന്ന വലിയൊരു പ്രയാസമുണ്ട്. പടച്ചറബ്ബേ, അങ്ങനത്തെ പ്രയാസം അവനിക്ക് മാറിക്കിട്ടാൻ, അവന്റെ വേദനകൾ അവനിക്ക് മാറിക്കിട്ടാൻ നമ്മൾ തുടക്കം പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അവനതാ 2 റക്അത്ത് നമസ്കാരം അവൻ നിർവഹിക്കട്ടെ. എന്താണ് അവൻ നമസ്കരിക്കേണ്ടത്? ഖളാഉൽ ഹാജത്ത്, ആവശ്യ നിർവഹണത്തിന്റെ 2 റക്അത്ത് നമസ്കാരം അവൻ നമസ്കരിക്കട്ടെ. നിയ്യത്ത് വെക്കണം, പടച്ചോനെ എന്റെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് വുദൂഓടുകൂടി പരിശുദ്ധമായ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവേ പടച്ചറബ്ബേ അലം നശ്റഹ് ലക സൂറത്തിനെ 103
തവണ ഓതിക്കഴിഞ്ഞാൽ അവൻ ഓതണം 103 തവണ. എന്നിട്ടോ ثم يدعو بما أهمه تستجاب له. എന്നിട്ട് അവൻ പടച്ച റബ്ബിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവൻ ആഗ്രഹിച്ച അവന്റെ ഏത് വിഷമമാണോ ഉള്ളത്, അവന്റെ ഏത് കാര്യമാണോ ഉള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സലാമത്താക്കി കൊടുക്കുകയാണ്. ആ കാര്യം അവിടുന്ന് നിറവേറ്റി കൊടുക്കുന്നതാണ് എന്നതാ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരാൾ ചെയ്ത് അല്ലാഹു തആല അവന്റെ ആ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കാതെ ഒരിക്കലും തന്നെ തട്ടൂല. സ്വീകരിക്കുമെന്ന് 100% ഉറപ്പാണ്. ചെയ്യേണ്ട കാര്യം മനസ്സിലായില്ലേ? അല്ലേ? ചെയ്യേണ്ട കാര്യം മനസ്സിലായി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കിട്ടുന്ന നന്മകളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കോളൂ. കിട്ടുന്ന നന്മകളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കോളൂ. അല്ലാഹു തആല നമ്മെ ഒരിക്കലും കൈവിടൂല. പടച്ചോ നമ്മളെ ഒരിക്കലും കൈവിടൂല. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലാ, ഒരുപാട് വേദനകളുണ്ട് അല്ലാ. എല്ലാവിധ വേദനകൾക്കും വിഷമങ്ങൾക്കും ഞങ്ങൾക്ക് നീ അറുതി തരണേ അല്ലാ. നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമീൻ പറഞ്ഞ് ഒന്നാമീൻ പറയും, ഒന്നാമീൻ പറയും. എൻ്റെ പ്രിയമുള്ളവരെ, ആരുടെ പ്രാർത്ഥനയാണ് ആമീനാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയോ? ഇല്ല. നിങ്ങൾക്ക് കഴിയോ? ഇല്ല. ചിലപ്പോൾ എൻ്റെ സ്വീകരിക്കൂല. എൻ്റെ മുഹബ്ബീങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ പടച്ചോൻ സ്വീകരിക്കുക. അല്ലേ? അങ്ങനൊക്കെ ഉണ്ടാവാം എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് നന്മകൾ വരട്ടെ. കിട്ടുന്ന നന്മകളൊക്കെ ചെയ്യട്ടെ. ഏത് നന്മയാണ് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഉപകരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അല്ലേ? അത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെപ്പോഴും മരിക്കാന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല.